തക്ബീറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആകാശവും ഭൂമിയുമായി മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു നൂലാണ്. മനുഷ്യന്റെ ഏത് കർമ്മത്തിനും ആകാശമായിട്ട് ബന്ധം വേണം, ഭൂമിയായിട്ടും ബന്ധമുണ്ടാകും. ആ തക്ബീറോട് കൂടിയാണ് ഈ ബലികർമ്മം നിർവഹിക്കുന്നത്. അത് അള്ളാഹുവോടുള്ള സാമീപ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിദർശനമാണ് ബലി എന്ന് പറയുന്നത്. മൂന്നാമത്തത് മഹത്തായ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് ബലി എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇമാം അഅ്ളം അബു ഹനീഫ, ഇവർക്കൊക്കെ അത് വാജിബാണ്, നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് ഉള്ളത്. കഴിവുള്ള ആളുകൾ ബലിയറുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കും അത് സുന്ന അൽ മുഅക്കദ്, പ്രബലമായ സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്. അതുകൊണ്ട് അത് ഏറ്റവും പുണ്യകരമായൊരു പ്രവൃത്തിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സാമീപ്യത്തിന്റെ അടയാളമായതുകൊണ്ട് അള്ളാഹു അതിന് ധാരാളം പ്രതിഫലം നൽകും. നാലാമത്തെ കാര്യം അള്ളാഹുവോടുള്ള ഇത്താഅത്തിന്റെ പ്രഖ്യാപനമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് വേണമെങ്കിൽ അള്ളാഹ് നേരിട്ട് പറയട്ടെ എന്ന് വെയിറ്റ് ചെയ്യാം. സ്വപ്നത്തിലല്ല കണ്ടിട്ടുള്ളൂ, നേരിട്ട് വരട്ടെ അപ്പൊ നോക്കാമെന്ന് വെക്കാം. പക്ഷെ അമ്പിയാക്കളുടെ സ്വപ്നവും വഹിയാണ് എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനെ അറുക്കണം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും അഭിപ്രായം ചോദിക്കുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം വേണ്ടാന്ന് പറഞ്ഞാലോ, എന്നാലും ആര് ചെയ്യും? ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്യും. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ താഴത്ത് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ഒന്നാണ്. അതുകൊണ്ട് ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു ആത്മമിത്രമായി സ്വീകരിച്ചു. എല്ലാ മനുഷ്യരും ഒറ്റപ്പെടുത്തി, വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതേപോലെ ഭരണകൂടം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തടവിലാക്കി, അദ്ദേഹത്തെ കെട്ടിയിട്ടു. അദ്ദേഹത്തിന് വേണ്ടി ഒരു അഗ്നികുണ്ടാരം തയ്യാറാക്കാൻ പറഞ്ഞു. വലിയൊരു അഗ്നികുണ്ടാരം, അതിന്റെ മുകളിലൂടെ അങ്ങനെ പറവകൾ പോവുകയാണെങ്കിൽ പോലും കരിഞ്ഞു വീഴുന്ന ചൂട്. വളരെ ദൂരെ നിന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അതിലേക്ക് വലിച്ചെറിയുന്നത്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് എന്താണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇങ്ങനെ താങ്ങി പിടിക്കുന്നു. അപ്പൊ ഈ ജിബ്രീലിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയാൻ, അള്ളാഹു വരണം, എന്നെ ആരാ അങ്ങോട്ട് വിളിച്ചത്? അള്ളാഹ് വരട്ടെ. നമ്മൾ ആരെങ്കിലും ഒരു തീകുണ്ടാരത്തിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴിച്ചു പോവുകയാണെങ്കിൽ കിട്ടുന്ന കച്ചിത്തുരുമ്പ് പിടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കും. അള്ളാഹ് വരട്ടെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് എന്തുകൊണ്ടാണ്? അള്ളാഹ് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അള്ളാഹ് വരും എന്ന് ഉറപ്പുള്ളത്. കാരണം അള്ളാഹുവിന്റെ ഇത്താഴത്തിൽ അത്ര അധികം തളഹിയത്ത്, ത്യാഗം നടത്തിയ പ്രവാചകനാണ് ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് ഇത്താഴത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹ് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നതാണ് ഉളുഹിയ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്.